ഹായ് ഇത് ന്യൂ മംസിന് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. എസ്പെഷ്യലി എന്നെപ്പോലെയുള്ള ന്യൂ മംസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കണ്ടുവരുന്ന ഒരു പൊറ്റ കുറിച്ചാണ്. കാരണം അത് തലയിൽ വരുന്ന പൊറ്റ എന്നാണ് നമ്മളിവിടെ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പം എൻ്റെ കുഞ്ഞിനും ഒരു 1.5 മാസമായപ്പോൾ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിൽ മിഡ് വൈഫ് നമ്മളെ നോക്കാൻ വരുന്ന മിഡ് വൈഫിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ഗ്രാജുവലി അത് പൊക്കോളും. നിങ്ങൾ കൺസേൺ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോം റെമഡീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ചെറുത് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാനത് വിട്ടു. നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ കാണാനായിട്ട് എല്ലാവരും വന്നിരുന്ന ടൈമിൽ പലരും പല കമൻസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ചിലതൊക്കെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ചിലത് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡും ആകും. ചിലപ്പോൾ നമ്മളത് ഹേർട്ട് ചെയ്യുകയും ചെയ്യും. ചിലർ പറഞ്ഞു, ഓ നിങ്ങൾ അച്ഛനും അമ്മയും തന്നെ കുഞ്ഞിനെ അവിടെ വളർത്തതുകൊണ്ട് എന്നും കുളിപ്പിച്ചിട്ടൊന്നും ഉണ്ടാവത്തില്ല, അപ്പോൾ പൊടി അഴുക്കും പിടിച്ചിട്ടാണ് കുട്ടികളുടെ തലയിൽ ഇത് വരുന്നതെന്ന്. അപ്പോഴും നമ്മൾ അത്ര കാര്യമൊക്കെ ഇഗ്നോർ ചെയ്ത്, കാരണം അങ്ങനെയല്ല നമുക്കറിയാമല്ലോ. അപ്പോൾ അത് അങ്ങനെ പോയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ മുട്ട അടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളർന്ന് വരുന്നതനുസരിച്ച് ഇത് കൂടി വരും, പിന്നീട് അത് പോവില്ല, അപ്പം പോകണമെന്നുണ്ടെങ്കിൽ മുട്ട അടിച്ച് കഴിയുമ്പോഴാണ് ഇത് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടു. പിന്നീട് ഒരു വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെയാണ് ഇതിൽ പെയിൻ വരുന്നത്, ഈ പൊറ്റയിൽ നിന്നാണ് പെയിൻ ഉണ്ടാകുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഇവന് 2 മാസമൊക്കെ ആയ സമയത്ത് ഇതുപോലെ വീട്ടിലെ ആളുകൾ വന്നപ്പോൾ പറഞ്ഞു, കുഞ്ഞു തുപ്പൽ പതിപ്പിക്കുന്നുണ്ടല്ലോ, തലയിൽ പെയിൻ കാണും, തല ചൊറിയുമ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാതെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമൊന്നുമല്ല, അത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. തലയിൽ പൊറ്റ ഉണ്ടാവും, അതിനുള്ളിൽ പെയിൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, നമ്മുടെ തലയിലൊക്കെ വരുന്ന മുഴുത്ത പെയിനൊന്നുമല്ല, കുഞ്ഞു പെയിനായിരിക്കും, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഡൗട്ടായി, ഇനി ഇത് എത്രയും പേര് പറയുന്നത് ശരിയാണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷനും ഒരു ചോദ്യമൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ, നമുക്ക് എന്തായാലും ഹസ്ബൻഡ് ഞാനിവിടെ വിചാരിച്ചു എന്തായാലും നെക്സ്റ്റ് ഡേ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ട് ഡോക്ടറിൻ്റെ അടുത്ത്, അപ്പോൾ ചോദിച്ചു നോക്കാം. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങനെ കുട്ടികൾക്ക് വരുന്ന ഒരു കാര്യമാണ്, ഇതിൻ്റെ പേര് ക്രാഡിൽ ക്യാപ്പ് എന്നാണ്, അത് പോകും തന്നെ. അതല്ല, നിങ്ങൾക്ക് അതിന് വെയിറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കത് പോകണം എന്നാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കുട്ടീനെ മസാജൊക്കെ ചെയ്ത് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഒന്ന് സോക്കായി വരും, എന്നിട്ടൊരു ചീപ്പ് വെച്ച് ചെയ്യാൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാൽ ട്രൈ ചെയ്തിട്ട് അത് വർക്കായില്ല. അപ്പോൾ ഞാൻ ക്രാഡിൽ ക്യാപ്പ് എന്ന് പുള്ളി പറഞ്ഞല്ലോ, അപ്പോൾ ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴും സെയിം ഇതൊക്കെ തന്നെയാണ്, ഹോം റെമഡീസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇതിവിടെ സെർച്ച് ചെയ്തുകൊണ്ട് ഇൻസ്റ്റയിൽ എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടി. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ കുറച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അധികം ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് ഒന്നുമില്ല, എല്ലാ യൂറോപ്യൻ ലേഡീസ് ഒക്കെ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു ലേഡി പറയുന്നുണ്ട്, ബ്രസ്റ്റ് മിൽക്ക് ഈക്വൽ എമൗണ്ട് ബ്രസ്റ്റ് മിൽക്കും കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒരു ക്രീം പോലെ ആകും, അത് കുട്ടികളുടെ തലയിൽ തേച്ച് മസാജ് ചെയ്യുക. പിന്നെ ഇവർ സെയിം തന്നെ ബാത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് സോക്കാവും. അപ്പോൾ ക്രാഡിൽ കോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പുണ്ട്, അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കളയാൻ, ബാക്ക് കോമ്പ് ചെയ്ത് വേണം ഇത് കളയാൻ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ക്രാഡിൽ കോമ്പിന് പോലെ. എൻ്റെ കയ്യിൽ ആ സാധനമുണ്ട്, ഇതാണ് ആ സാധനം, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഒരു കിറ്റൊക്കെ പിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അതിലുണ്ടാവാറുണ്ട്. നമ്മൾ ഈ കോമ്പ് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് നമ്മളിത് ഇഗ്നോർ ചെയ്ത് പോകുന്നതാണ് ആക്ച്വലി. അപ്പോൾ ഇത് വെച്ച് ഞാൻ 1 വീക്ക് ട്രൈ ചെയ്തു. വിത്തിൻ 1 വീക്ക് കംപ്ലീറ്റ്ലി ഇത് പോയി, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർക്ക് ഇത് ചൊറിച്ചിലോ അങ്ങനെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാക്കാത്തതുകൊണ്ട് അവരും അത് മൈൻഡ് ചെയ്യില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശിച്ച് ചെയ്തൊരു വീഡിയോ ആണ്.